നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും ശുചിത്വമേറിയ നഗരം 2016 രാജ്യത്ത് ശുചിത്വ നഗരങ്ങളുടെ സർവേ ആരംഭിച്ചതു മുതൽ ആ ഖ്യാതി മധ്യപ്രദേശിലെ ഇൻഡോറിനാണ്. ഇപ്പോഴിതാ മലിനജലം കുടിച്ച് നിരവധി പേർ മരിച്ചതോടെ ഇൻഡോറിന്റെ വൃത്തി ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. 2024 ഡിസംബർ 21 അണുബാധ ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഭഗീരഥപുരിയിലെ ഒട്ടേറെ പേർക്ക് വയറിളക്കവും ഛർദിയും ഉണ്ടായി. ഡിസംബർ 30 രോഗബാധയെ തുടർന്നുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. ജലജന്യ രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ആദ്യം പരിശോധിക്കപ്പെടേണ്ടത് കുടിവെള്ളം ആണ്. എന്നാൽ അത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക് അധികൃതർ ആ സമയത്ത് തയ്യാറായില്ല എന്നതാണ് ആക്ഷേപം. അതുകൊണ്ടാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചത് എന്നാണ് വിമർശനം. പിന്നീട് നടന്ന പരിശോധനയിൽ ചോർച്ചയും ശുചിമുറി മാലിന്യം വെള്ളത്തിൽ കലർന്നതും കണ്ടെത്തി. നർമ്മദാ നദിയിലെ വെള്ളം ശുദ്ധീകരിച്ചാണ് ഇൻഡോർ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കുടിവെള്ളമായി ഉപയോഗിക്കുന്നത്. നദിയിൽ നിന്ന് വിവിധ ഘട്ടങ്ങളിലായി പമ്പ് ചെയ്ത 534 മീറ്റർ ഉയരത്തിലുള്ള ടാങ്കികളിലേക്ക് ആദ്യം എത്തിക്കും. പിന്നീട് ആ വെള്ളം 70 കിലോമീറ്റർ ദൂരത്തേക്ക് വലിയ പൈപ്പുകളിലൂടെ ആണ് എത്തിക്കുന്നത്. പ്രധാന പൈപ്പ് ലൈനിൽ നിന്ന് ചെറു പൈപ്പുകളിലൂടെ ഇൻഡോർ നഗരത്തിലെ ഓരോ പ്രദേശത്തേക്കും വെള്ളം എത്തിക്കും. പ്രതിദിനം 300 ദശലക്ഷം ലിറ്ററിലേറെ വെള്ളം ഇത്തരത്തിൽ നർമ്മദാ നദിയിൽ നിന്ന് ഇൻഡോർ നഗരത്തിലേക്ക് മാത്രം എത്തുന്നതായാണ് കണക്കുകൾ. വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ച പൈപ്പ് ലൈനുകൾ ആണ് ഈ ജലവിതരണത്തിനായി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പ് ലൈനുകളിൽ ചോർച്ചയുണ്ടാകാനും മലിനജലം കലരുന്നതിനുമുള്ള സാധ്യതയേറെയെന്ന് നാട്ടുകാർ പറയുന്നു. പൈപ്പ് വഴി ലഭ്യമാകുന്ന വെള്ളത്തിൻ്റെ നിറം നേരത്തെ തന്നെ വ്യത്യാസപ്പെട്ടിരുന്നു. വെള്ളത്തിന് രൂക്ഷമായ ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഈ പരാതികൾ എന്നാൽ അധികൃതർ മുഖവിലക്കെടുത്തില്ല എന്നും വിമർശനമുണ്ട്. ഇൻഡോർ കോർപ്പറേഷന്റെ ചുമതലയിൽ ആണ് ശുദ്ധജല വിതരണവും സേവേജ് മാലിന്യ സംസ്കരണവും നടക്കുന്നത്. പലയിടങ്ങളിലും 2 പൈപ്പുകളും ഒരുമിച്ചാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ചോർച്ചയുണ്ടാകാനും മാലിന്യം ഇടകലരാനുമുള്ള സാധ്യത ഏറെയെന്ന് അധികൃതർക്ക് അറിയാവുന്നതേയുള്ളൂ. മുഴുവൻ ശുചിമുറി മാലിന്യവും മലിനജലവും സംസ്കരിച്ച ശേഷം മാത്രം പുറത്തേക്ക് വിടുന്ന സംവിധാനമാണ് നഗരത്തിൽ ഉള്ളത്. 3000 കിലോമീറ്ററിൽ അധികം നീളം ഉള്ളതാണ് ഇൻഡോറിലെ ഈ സീവേജ് പൈപ്പുകളുടെ ശൃംഖല എന്നത്. പ്രതിദിനം 412 ദശലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയുള്ള 10 ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റുകളാണ് ഇൻഡോറിൽ പ്രവർത്തിക്കുന്നത്. ശുദ്ധീകരിച്ച വെള്ളത്തിൻ്റെ ഏതാണ്ട് 30% ഇൻഡോർ കോർപ്പറേഷന്റെ പൂന്തോട്ടം നനയ്ക്കുന്നതിനും മറ്റ് കാർഷിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കും. ബാക്കി വരുന്ന 70% വെള്ളം ശുദ്ധീകരിച്ച ശേഷം കൻഹാ നദിയിലേക്ക് തുറന്നുവിടുകയാണ് ചെയ്യുന്നത്. അതേസമയം ഈ ശുദ്ധീകരണത്തെ തുടർന്ന് ഉണ്ടാകുന്ന അവശിഷ്ടങ്ങൾ ഉപയോഗിച്ച് വളം നിർമ്മിക്കുകയും ചെയ്യും. കേന്ദ്ര സർക്കാരിൻ്റെ അമൃത് പദ്ധതിയുടെ ഭാഗമായി 1000 കോടിയിലധികം രൂപയുടെ പദ്ധതികൾ ആണ് ഇൻഡോറിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നർമ്മദാ നദിയിൽ നിന്ന് കൂടുതൽ വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതികളും സംസ്കരണ പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതികളും പൈപ്പ് ലൈനുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതികളുമെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. വൃത്തിയിലും വെടുപ്പിലും മുന്നിൽ എങ്കിലും വിഷജലം കുടിച്ചുള്ള പ്രദേശവാസികളുടെ മരണം രാജ്യത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുകയാണ്.